ചൊവ്വാഴ്ച വൈകിട്ട് 5:30-യോടെയാണ് കോറോം ടൗണിൽ വെച്ച് പോലീസും സായുധരായ തണ്ടർബോൾട്ട് സംഘവും ചേർന്ന് ശ്യാമിനെ കസ്റ്റഡിയിലെടുത്തത്. രഹസ്യവിവരത്തിന്റെ അടിസ്ഥാനത്തിലായിരുന്നു നടപടിയെന്നാണ് പോലീസ് ഭാഷ്യം. 1 മണിക്കൂറോളം വെള്ളമുണ്ട പോലീസ് സ്റ്റേഷനിൽ ചോദ്യം ചെയ്ത ശേഷം തിരികെ വീട്ടിലെത്തിച്ചു. പിന്നീട് രാത്രി 12 മണി വരെ വീട്ടിൽ പരിശോധന നടത്തി. എന്നാൽ ഒന്നും കണ്ടെത്താനായില്ല. പൊതുജനമധ്യത്തിൽ വെച്ച് കുറ്റവാളിയെ അറസ്റ്റ് ചെയ്യുന്നതുപോലെ കസ്റ്റഡിയിലെടുത്ത പോലീസ് നടപടിക്കെതിരെയാണ് ശ്യാം കേസ് നൽകാൻ തീരുമാനിച്ചിട്ടുള്ളത്. ഇത്തരം കാര്യങ്ങൾ ശ്രദ്ധിക്കുന്ന, നാട്ടിൽ നടക്കുന്ന കാര്യങ്ങൾ ശ്രദ്ധിക്കുന്ന ഒരാളെന്നുള്ള നിലയ്ക്ക് എന്നെ ഇത് അത്ഭുതപ്പെടുത്തുന്നില്ല. കാരണം ഇത് സംഭവിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് പലരെ സംബന്ധിച്ചിട്ടും. പക്ഷെ ഒരു സാധാരണക്കാരനെ സംബന്ധിച്ചിട്ടാണെങ്കിൽ അയാൾ തകർന്നു പോകാനും, ഞാൻ ഈ പോലീസിൻ്റെ ചോദ്യം ചെയ്യലിന് ശേഷം അടുത്ത ദിവസം ആളുകൾ ആത്മഹത്യ ചെയ്തു എന്നൊക്കെ പത്രങ്ങളിൽ വായിക്കുന്നതിൻ്റെ ആ സാഹചര്യം എനിക്ക് മനസ്സിലായി. അപ്പോൾ ഇനി രണ്ടാമതൊന്ന് ഇവരാരുടെയെങ്കിലും വീട്ടിൽ കയറുന്നുണ്ടെങ്കിൽ ഒന്നുകൂടെ തങ്ങൾ ചെയ്യുന്നത് എന്താണെന്ന് ഇവർ ആലോചിക്കേണ്ട ഒരു ആവശ്യത്തെ പ്രതി നമുക്ക് ഒരു നിയമ നടപടികൾ ആലോചിക്കുന്നുണ്ട്. എറണാകുളം സ്വദേശിയായ ശ്യാം 4 വർഷം മുമ്പാണ് പെർലോം എന്ന സ്ഥലത്തെത്തിയത്. വയനാട് സ്വദേശിയായ ഗീതിപ്രിയയാണ് ഭാര്യ. കൃഷിയും ട്രാൻസ്ലേഷൻ ജോലികളുമായാണ് ഇവർ രണ്ടുപേരും കഴിയുന്നത്. ഇവരുടെ അതിഥികളായെത്തിയ ദമ്പതികളെ തേടിയാണ് പോലീസ് ആദ്യം എത്തിയത്. പരിചയമില്ലാത്തവരെ ടൗണിൽ കണ്ടുവന്ന രഹസ്യവിവരത്തിന്റെ അടിസ്ഥാനത്തിലാണ് പോലീസ് ദമ്പതികളെ തേടിയെത്തിയത്. ബൈക്കിലായിരുന്നു ഇവർ ശ്യാമിന്റെ വീട്ടിലെത്തിയത്. ഈ ബൈക്കുമായി ടൗണിൽ സാധനങ്ങൾ വാങ്ങാനായി എത്തിയപ്പോഴാണ് ശ്യാമിനെ പോലീസ് അറസ്റ്റ് ചെയ്തത്. ബൈക്കും മൊബൈൽ ഫോണും ലാപ്ടോപ്പും പോലീസ് കസ്റ്റഡിയിലാണ്. മീഡിയ 1 വയനാട്.